തലസ്ഥാനത്ത് പോലീസ് ഉദ്യോഗസ്ഥന് നേരെ മർദ്ദനം. AR ക്യാമ്പിലെ ഉദ്യോഗസ്ഥനായ മിഥുനാണ് പരിക്കേറ്റത്. SFI DYFI പ്രവർത്തകരാണ് മർദ്ദനത്തിന് പിന്നിലെന്നാണ് പരാതി. ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, എന്തുകൊണ്ടാണ് SFI DYFI പ്രവർത്തകർ AR ക്യാമ്പിലെ ഉദ്യോഗസ്ഥനായ മിഥുനെ കയ്യേറ്റം ചെയ്തത്? എന്താണ് കാരണം? തീർച്ചയായും അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ തന്നെ മുൻവൈരാഗ്യമാണ് ഈ ആക്രമണത്തിന് പിന്നിൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ശംഖുമുഖം ബീച്ചിൽ ന്യൂ ഇയർ ഡ്യൂട്ടിയുടെ ഭാഗമായി ഈ പോലീസിന്റെ നിർദ്ദേശം പാലിക്കാതെ ഇത്തരത്തിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആളുകളെ മിഥുൻ ശാസിക്കുകയുണ്ടായിരുന്നു. അതിന്റെ മുൻവൈരാഗ്യമാണ് ഇപ്പോൾ ഈ പോലീസുകാരന് നേരെ ഉണ്ടായിട്ടുള്ളത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് 3 മണിയോടുകൂടി ഈ ചാക്കയിലെ മാൾ ഓഫ് ട്രാവൻകൂറിൽ വെച്ചാണ് ഈ പ്രതികൾ 1 മുതൽ 4 വരെയുള്ള പ്രതികൾ ഈ മിഥുന് നേരെ ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത് എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വഞ്ചിയൂർ പോലീസ് ഈ പ്രതികൾക്കെതിരെ, ഈ യുവാക്കൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇവർ SFI DYFI പ്രവർത്തകരാണ് എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുൻപും ഇതുമായി ബന്ധപ്പെട്ട് നിരവധി കേസ് ഇവർക്ക് നിലവിലുണ്ട് എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ 1ഉം 2ഉം പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 3ഉം 4ഉം ബാക്കി 2 പ്രതികളെ കൂടി ഉൾപ്പെടുത്തിയാണ് FIR ഉൾപ്പെടെ ചേർത്തിട്ടുള്ളത് എന്ന് തന്നെയാണ്. നേരത്തെ ഉണ്ടായിരുന്ന ന്യൂ ഇയർ പാർട്ടിക്കിടെ ഉണ്ടായ ആഘോഷത്തിനിടെ ഉണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട് മുൻവൈരാഗ്യമാണ് ഇന്ന് മാളിൽ വെച്ച് ഈ പോലീസുകാരന് നേരെ ഉണ്ടായത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ വലിയ രീതിയിൽ പ്രകോപിക്കുന്ന തരത്തിലുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത് നമുക്ക് കേൾക്കാൻ കഴിയും. അനിൽ നമ്പ്യാർ. നോക്കൂ അനിൽ നമ്പ്യാർ, കുറച്ച് സമയം മുമ്പാണ് കോഴിക്കോട് പട്ടാപ്പകൽ SIA നഗരമധ്യത്തിൽ കുത്തിവീഴ്ത്തുന്ന ദൃശ്യങ്ങൾ വാർത്ത അനഘ കോഴിക്കോട് നിന്ന് നൽകിയത്. സമാനമായ സംഭവം ഇവിടെ SFI DYFI ഗുണ്ടകൾ ചേർന്നാണ് പോലീസിനെ ആക്രമിക്കുന്ന സ്ഥിതി ഉണ്ടായത്. ദിസ്ന സുരേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.